ഇവിടെ സഖാവ് ബാലൻ പറയുമ്പോൾ ഈ AKG സെന്ററിന് നേരെ ആക്രമണം നടന്നൊരു കാര്യം പറയുണ്ടായല്ലോ. അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ നമ്മൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തന്നെ നല്ല ഉദ്യോഗസ്ഥനായിട്ട് എൻ്റെ മുന്നിലുണ്ടായിരുന്നു. അത് വേറെ കാര്യം. അതൊക്കെ കാലത്തിന്റെ ഒരു മാറ്റമാണല്ലോ. ആ വെടിവെക്കുമ്പോൾ ഞങ്ങൾ ഇതിനകത്താണ്, ഈ സെന്ററിനകത്താണ്. യഥാർത്ഥത്തിൽ അന്നാണ് ഈ കെട്ടിടത്തിന്റെ ഒരു മഹിമ ബോധ്യപ്പെട്ടത്. അതേവരെ അതിനെയൊന്ന് ശപിച്ചു കഴിയില്ലായിരുന്നു. ഈ അതിന്റെ മുന്നിലൊരു വിലങ്ങില്ല ഇങ്ങനെ വെച്ചിട്ട് ഈ ജനലിന്റെ അപ്പുറത്തായിട്ട്. ഇപ്പം നമ്മൾ ആലോചിക്കും, കാറ്റ് വരുന്നത് അറിയാനെന്തിനാ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷെ ഏറും വെടിയൊക്കെ വന്നപ്പോ നേരെ അകത്തേക്ക് വന്നില്ല, അത് ജനലിന് തട്ടിയൊക്കെ നിൽക്കുകയായിരുന്നു. അല്ല, ജനലല്ല, ഈ മറച്ചു വെച്ച ആ സംവിധാനത്തിന് തട്ടി വീഴുകയായിരുന്നു. അപ്പോഴാണ് അന്ന് നേതൃത്വം കൊടുത്ത ബാലേന്ദ്രന്റെ ആ മനസ്സിന് നന്ദി പറയാൻ തോന്നിയത്. പക്ഷേ അന്നും ഈ ആക്രമണം നടത്തിയ ആളുകളെ അനുകൂലിക്കുന്ന നിലയായിരുന്നു നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിച്ചത്. ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള ഹീനമായ ശ്രമങ്ങൾ നടന്നു. ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണം, ആ ആക്രമണം നടന്നപ്പോ അതിനെ CPM-കാർ തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞല്ലേ ചിത്രീകരിക്കാൻ നോക്കിയത്. അപ്പൊ കയ്യോടെ പിടികൂടിയപ്പോഴോ? അപ്പൊ നമ്മുടെ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങള് രാഷ്ട്രീയമായി കേരളത്തിലെ വലതുപക്ഷത്തിന് ഏതെല്ലാം തരത്തിൽ പിന്തുണ നൽകാൻ പറ്റുമോ ആ ശ്രമങ്ങളാണ്. അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു പോവുകയാണ്. അത്യന്തഹീനമായ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. ഓരോ സന്ദർഭത്തിലും എങ്ങനെ ഇടതുപക്ഷത്തെ അപകീർത്തിപ്പെടുത്താൻ പറ്റും, ഇതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അതിനുള്ള വാർത്തകൾ മെനയുക. അതാണ് ഈ ഉദ്ഘാടന തീയതിയുമായി ബന്ധപ്പെട്ട് വാർത്തയുണ്ടാക്കിയതിനെ കുറിച്ച് നമ്മൾ കാണേണ്ടത്. അതുപോലുള്ള ഗവേഷണങ്ങൾ നടത്തുകയാണ്. ഇതൊന്നും നാടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കുന്നതൊന്നല്ല. പക്ഷേ നാം ഗൗരവമായിട്ട് തന്നെ അതിനെ കാണണം. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ നാടാകെ ഒന്നിച്ചു നിൽക്കുന്ന അവസ്ഥയുണ്ടാവണം. CPIM നമ്മുടെ കേരളത്തിലെ ഏറ്റവും കരുത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തിന്റെ പ്രധാന ഘടകമായി അത് നിൽക്കുകയുമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ CPIM-നെ ഇതേ കരുത്തോടെ കൂടുതൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്ന് പ്രധാനമാണ്. അതിനുള്ള ശ്രമമായിരിക്കണം നാം തുറന്നു നടത്തേണ്ടത്. ഈ പുതിയ ഓഫീസൊക്കെ അതിനുള്ള സൗകര്യങ്ങളായിട്ടാണ് കാണുന്നത്, അതിനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള പുതിയ കേന്ദ്രമായിട്ടാണ് മാറുന്നത്. അതോടൊപ്പം AKG പഠന ഗവേഷണ കേന്ദ്രം ഇനി അങ്ങോട്ട് അതിന്റെ പൂർണ്ണാവസ്ഥയിലുള്ള പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് മാറുകയാണ്. ഇപ്പോൾ രണ്ട് ഭാഗവും ഒരേപോലെ വികസിച്ചു വരും. ഒരു ഭാഗത്ത് പഠന ഗവേഷണ കേന്ദ്രം വികസിച്ചു വരും. നല്ല സൗകര്യത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരം ഈ പുതിയ ഓഫീസോടുകൂടി ലഭ്യമാവുകയാണ്. ഇത്തരം കാര്യങ്ങൾക്ക് സഹായിക്കുകയും പിന്തുണ നൽകുകയും ചെയ്ത എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഇനി അങ്ങോട്ടും ഈ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.